കർത്താവിനാൽ സ്നേഹമുള്ളവരെ, വചനവൈലിലെ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം സംഖ്യാപുസ്തകം 11 അധ്യായം 31 മുതലുള്ള തിരുവചനങ്ങൾ. പെട്ടെന്ന് കർത്താവ് ഒരു കാറ്റയച്ചു. ആ കാറ്റ് കടലിൽ നിന്ന് കാടപ്പക്ഷികളെ കൊണ്ടുവന്നു. ഒരു ദിവസത്തെ യാത്രയുടെ ദൂരം വ്യാസാർദ്ധത്തിൽ കൂടാരത്തിന് ചുറ്റും 2 മുഴം കനത്തിൽ മൂടിക്കിടക്കത്തക്ക വിധം അത് വന്നു വീണു. ജനം അന്ന് പകലും രാത്രിയും പിറ്റേന്നും കാടപ്പക്ഷികളെ ശേഖരിച്ചു. ഏറ്റവും കുറച്ച് ശേഖരിച്ചവന് പോലും 10 ഹോമർ കിട്ടി. അത് പാളയത്തിനു ചുറ്റും ഉണക്കാനിട്ടു. എന്നാൽ ഇറച്ചി ഭക്ഷിച്ചുകൊണ്ടിരിക്കെ തന്നെ കർത്താവിൻ്റെ കോപം ജനത്തിനെതിരെ ആളിക്കത്തി. ഒരു മഹാമാരി അയച്ച് അവിടുന്ന് അവരെ സംസ്കരിച്ചു. അത്യാഗ്രഹികളെ സംസ്കരിച്ചതുകൊണ്ട് ആ സ്ഥലത്തിന് കിബ്രോത്ത് ഹത്താവ എന്ന് പേരിട്ടു. പ്രിയമുള്ളവരെ, കർത്താവിനോട് ജനം ഒരു പരാതി പറയുകയാണ്. അവർക്ക് യാത്രയിൽ ഭക്ഷിക്കുവാനായിട്ട് മാംസം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, അവരെന്തിനാണ് പരാതിപ്പെടുന്നത്? അവരുടെ മൂക്കിലൂടെ ഓക്കാനം വരത്തക്ക വിധം ഞാൻ അവർക്ക് ഇറച്ചി നൽകി അവരെ സമൃദ്ധരാക്കും എന്ന് കർത്താവ് ഒരു വാഗ്ദാനം നൽകുകയാണ്. അപ്പോൾ മോശ കർത്താവിനോട് ചോദിച്ചു, എൻ്റെ കൂടെ 6 ലക്ഷം യോദ്ധാക്കൾ തന്നെയുണ്ട്. ഇത്രയും പേർക്ക് വേണ്ടി എത്രമാത്രം കന്നുകാലികളെയാണ് കൊന്നൊടുക്കേണ്ടി വരുന്നത്? അത്രമാത്രം മത്സ്യങ്ങളെ എങ്ങനെ കടലിൽ നിന്ന് ഒരുമിച്ച് കൂട്ടും? അപ്പോൾ കർത്താവ് ചോദിക്കുകയാണ്, എൻ്റെ കൈക്ക് നീളം കുറഞ്ഞു പോയോ? ഞാൻ എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് നീ കാണും. പ്രിയമുള്ളവരെ, അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു കിഴക്കൻ കാറ്റയച്ച കർത്താവ് കാടപ്പക്ഷികളെ ഈ കൂടാരത്തിന് ചുറ്റും കൊണ്ടിടുന്നത്. അവർ നടന്നു വരുന്നതിൻ്റെ അത്രയും വ്യാസാർദ്ധത്തിൽ 2 മുഴം കനത്തിൽ ഈ കാടപ്പക്ഷികൾ കൂടാരത്തിന് മുമ്പിൽ വന്ന് വീഴുകയാണ്. അവർക്കത് ശേഖരിക്കുവാനായിട്ട് കാൽനട യാത്ര പോലും വേണ്ടാതിരിക്കെ മുൻപിൽ ആവശ്യത്തിലധികം മാംസം വന്ന് വീഴുകയാണ്. അപ്പോൾ അത് മാത്രമാണ് ദൈവത്തിൻ്റെ വലിയൊരു മഹാപദ്ധതിയുടെ ഭാഗമാണത്. അങ്ങനെ ആ മാംസം അവർ രാപകലോളം അത് ശേഖരിക്കുകയും അത് പ്രത്യേകമായ രീതിയിൽ പാകം ചെയ്ത് ഉണക്കാനായിട്ട് ഇനിയും യാത്രയിൽ ഉപയോഗിക്കത്തക്ക വിധം, പിന്നെയും ഉപയോഗിക്കാൻ തക്ക വിധം ആ മാംസം പാളയത്തിന് ചുറ്റും ഉണക്കാനിടുകയും ചെയ്തു. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജനം ഈ ഇറച്ചി ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ ക്രോധം ആളിക്കത്തി. കാരണം എത്ര കാര്യങ്ങൾ ചെയ്തിട്ടും ഇസ്രായേൽ ജനത്തിൻ്റെ വിശ്വാസത്തിൻ്റെ മേഖല വളരാത്തതുകൊണ്ട് അവർ വീണ്ടും വീണ്ടും ഒരു കാര്യത്തിന് പിന്നാലെ മറ്റൊന്ന് കാര്യം വരാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ തടസ്സങ്ങൾ നേരിടുമ്പോൾ, ഒരു പ്രതിസന്ധി കാണുമ്പോൾ അവരുടെ വിശ്വാസം കുറഞ്ഞു പോകുകയും അവർ പിറുപിറുക്കുകയും ചെയ്യുന്നതുകൊണ്ട് കർത്താവിൻ്റെ കോപം ആളിക്കത്തിയതായും നാം കാണുന്നു. പ്രിയമുള്ളവരെ, ഒരു ദൈവിക പദ്ധതി നടപ്പിലാക്കുവാൻ ദൈവത്തിൻ്റേതായ വഴികളുണ്ട്. നാം ആ വഴികളെ അംഗീകരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ പറയുന്ന ഒരു ചതുര വടിവിലൂടെയല്ല ദൈവം ജനത്തെയും ദൈവികമായ കാര്യങ്ങളെയും കാണുന്നത്. കർത്താവിൻ്റെ പ്രബോധനങ്ങൾ വളരെ വ്യത്യസ്തമാണ്. ആ പ്രബോധനങ്ങൾക്കനുസരിച്ച് നീങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം. എന്താണ് ലഭിക്കേണ്ടതെന്നോ അതിൻ്റെ ആഴമോ നാം അളക്കേണ്ടതില്ല. അത് നൽകപ്പെടുമെന്ന് മാത്രം നമ്മൾ വിശ്വസിച്ചാൽ മതിയാകും. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം, ആദർശിച്ച്.